ബെറ്റർ ലൈഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ പി വിശ്വനാഥനാണ്. അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറും തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിദേശ നാടുകളിലെല്ലാം ഏതെങ്കിലും രോഗികൾ ഒരു രോഗമായി ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അസുഖത്തെക്കുറിച്ച് വിശദമായി ഡോക്ടറോട് സംസാരിച്ച് അവരുടെ സംശയം തീർത്തതിന് ശേഷമാണ് ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പലപ്പോഴും പല തരം സംശയങ്ങളും രോഗികൾക്കുണ്ടായിരിക്കും. പക്ഷേ ഡോക്ടറെ അടുത്ത് ചെന്ന് ചോദിക്കാൻ പല കാരണങ്ങളാലും മടിക്കാറുണ്ട്. ബെറ്റർ ലൈഫിലെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ സാധാരണ ജനങ്ങളിൽ വളരെയേറെ സംശയങ്ങളുണ്ട്. ആ സംശയത്തിന് പരിഹാരം ഈ ബെറ്റർ ലൈഫിലൂടെ നൽകാൻ പറ്റുമോ എന്ന് ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇതിനായി ഡോക്ടർ വിശ്വനാഥൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. ഡോക്ടർക്ക് ദീർഘകാലമായി മെഡിക്കൽ കോളേജിൽ പരിചയസമ്പന്നനായ ഒരു ഡോക്ടറാണല്ലോ. വിവിധതരം രോഗികളെ ചികിത്സിച്ച് ഇതിൽ വലിയൊരു വിഭാഗം ഡയബറ്റീസ് രോഗികളായിരിക്കും ഡോക്ടർ കണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. എൻ്റെ അടുത്ത കാലത്തൊരു രോഗി വന്ന് പറഞ്ഞ ഒരു സംശയം തന്നെ വെച്ച് തുടങ്ങാം. എനിക്ക് 50 വയസ്സുള്ള ഒരു രോഗിയാണ്. 15 കൊല്ലമായി എനിക്ക് ഡയബറ്റിസ് ഉണ്ട്. ഞാൻ 4 ഗുളികകളും കഴിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ബ്ലഡ് ഷുഗർ 350 ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് ഇൻസുലിൻ എടുക്കാൻ. എനിക്ക് ഇൻസുലിനോട് വളരെ പേടിയാണ്. കാര്യം ഒരിക്കൽ ഇൻസുലിൻ കുത്തിയാൽ ജീവിതകാലം മുഴുവൻ കുത്തേണ്ടി വരുമോ എന്നൊരു പേടിയോടെയാണ്. ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? ഡയബറ്റീസ് എന്ന് പറയുന്നത് പ്രമേഹം, ഈ രോഗം വർഷങ്ങൾ കഴിയും തോറും ഈ ഗുളികകൾ കഴിക്കുന്നവർക്ക് അതിൻ്റെ ആക്ഷനിൽ അല്പം കുറവ് വരും. അതുകൊണ്ടാണ് 1 ഗുളിക 2 ഗുളിക 3 ഗുളിക എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരും. ഈ സംശയം ചോദിച്ച രോഗിക്ക് ഗുളികകൾ കൊണ്ട് പോരാന്നുള്ളതാണ്. അപ്പം ഇതിന് ഇൻസുലിന് അത്യാവശ്യമാണ്. കാര്യം മാക്സിമം നമ്പർ ഓഫ് ഗുളിക ഈ രോഗി എടുക്കുന്നുണ്ട്. എന്നിട്ടും കൺട്രോൾ ചെയ്യാത്തപ്പോഴും ഇൻസുലിൻ എടുക്കുന്നതാണ് സമയം. 2 വിധത്തിൽ ഇത് ചെയ്യാം. ഒന്ന്, ഗുളികകൾ നിർത്തിക്കൊണ്ട് അതിൻ്റെ കൂടെ സ്മോൾ ഡോസ് ഇൻസുലിൻ രാത്രി എടുക്കുക. അതുകൊണ്ട് രാത്രി ഒരു ചെറിയ ഡോസ് ഇൻസുലിനും പഴയ ഗുളികകളും മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഈ രോഗിയുടെ ബ്ലഡ് ഷുഗർ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഏതെങ്കിലും സമയത്ത് ഇത് നിർത്താൻ സാധിക്കുമോ എന്നാണ് ഈ ഡോക്ടർ ഇപ്പോൾ രോഗിയുടെ സംശയം. തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇൻസുലിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് ഗുളികയിൽ മാത്രം കൺട്രോൾ ചെയ്യുമോ ഇല്ലേ എന്ന് നമുക്ക് ശ്രമിച്ച് നോക്കാവുന്നത്. തീർച്ചയായിട്ടും അത് പറ്റുന്നത്. പക്ഷേ 10-25 വയസ്സുള്ള ഒരു രോഗി ഒരു സർജറിക്ക് ആവശ്യത്തിന് വേണ്ടി ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അത് സർജറിക്ക് ശേഷം നിർത്താവുന്നതാണ്. ഈ നേരത്തെ പറഞ്ഞ രോഗിക്കും കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇൻസുലിൻ്റെ ആക്ഷൻ കൂടി കിട്ടിയെന്ന് വരും. അപ്പം നിർത്താനും സാധിക്കും. എപ്പോഴാണ് ഇൻസുലിൻ എടുക്കേണ്ടത്, എപ്പോഴാണ് ഗുളിക കഴിക്കേണ്ടത്? അവർക്ക് ആഹാരത്തിന് മുമ്പാണോ ശേഷമാണോ, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇൻസുലിൻ എടുത്തിട്ട് പോകണോ, ഇൻസുലിൻ എടുക്കാതെ പോകണോ? ഇതാണ് വളരെ കൂടുതൽ രോഗികൾക്കുള്ളൊരു സംശയം. ഡയബറ്റീസുകാർക്ക് ഗുളികകൾ ആഹാരത്തിന് മുമ്പ് കഴിക്കുന്നതും ആഹാരത്തിന് പിറകെ കഴിക്കുന്നതുമായിട്ടുള്ള 2 തരം ടൈപ്പ് ഗുളികകളുണ്ട്. സാധാരണ എല്ലാ ഗുളികകളും 15-20 മിനിറ്റ് മുമ്പ് കഴിച്ചിരിക്കണം. മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ ഒരു ഗുളിക മാത്രം ആഹാരത്തിന് ശേഷം. ഇൻസുലിൻ ആണെങ്കിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് എടുത്തിരിക്കണം. ഭക്ഷണം എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ഇൻസുലിൻ എടുത്ത് 1/2 hour. അല്ല, ഇൻസുലിനും എടുത്തിട്ട് വല്ലതും കറങ്ങി തിരിഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നെടുത്ത് ഹൈപ്പോഗ്ലൈസീമിയയിലടിക്കും. അപ്പോൾ ഈ സമയത്തിൻ്റെ കാര്യത്തിൽ കൃത്യത പാലിച്ച് എങ്കിൽ മാത്രമേ ഹൈപ്പോഗ്ലൈസീമിയൊക്കെ വരാതിരിക്കത്തുള്ളൂ. ഈ ഡയബറ്റീസ് തുടങ്ങി ഒരു 6 മാസം ആകുമ്പോൾ ചില രോഗികൾ വന്ന് പറയാറുണ്ട്, എനിക്ക് കൈക്ക് തരിപ്പ് തുടങ്ങി, കാലിന് തരിപ്പ് തുടങ്ങി, ബന്ധപ്പെടുന്നതിനുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ. ഇത് ഈ ഡയബറ്റീസ് തുടങ്ങി ആദ്യ സമയത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു രോഗലക്ഷണമാണോ ഇത്? ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കഴിയുന്നതിന് ഒത്തിരിയോ മുമ്പ് തന്നെ ഇതിൻ്റെ ആരംഭം ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെയാണ് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 6 മാസത്തിനകം സാധാരണഗതിയിൽ ഈ പറഞ്ഞ കംപ്ലൈൻറ്റുകളൊന്നും ഡയബറ്റീസ് കൊണ്ട് വരാറില്ല. സാധാരണ രീതിയിൽ എത്ര കൊല്ലമാണ് സാറേ കാലിന് മരപ്പ് പെരുപ്പ് ഉണ്ടാകുന്ന? അത് ഇൻഡിവിജ്വൽ വേരിയേഷനാണ്. പ്രത്യേകിച്ച് വ്യക്തികൾക്ക് തമ്മിൽ വേരിയേഷൻ. ചിലവർക്ക് 10 വർഷം, ചിലവർക്ക് 15 വർഷം കഴിഞ്ഞൊക്കെയാണ്. കൺട്രോൾ ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് വളരെ ചുരുക്കം വർഷങ്ങൾക്ക് കൊണ്ട് ഈ പെരിഫറൽ ന്യൂറോപ്പതി, മരപ്പ്, കണ്ണിന് കാഴ്ച പോവുക, കിഡ്നിക്ക് അസുഖം, ഇതെല്ലാം കൺട്രോൾ ചെയ്തില്ലെങ്കിലുണ്ട്. പക്ഷെ അതെന്നാലും സാറ് പറയുന്ന കിഡ്നിക്കൊക്കെ ഉണ്ടാകണമെങ്കിൽ കുറച്ച് വർഷങ്ങൾ വേണ്ടി. പിന്നെ സാധാരണ രോഗികൾക്ക് ഷുഗറിനൊരു ടെസ്റ്റിങ്, ഫാസ്റ്റിങ്, PPBS എന്നൊക്കെയുള്ള ടെസ്റ്റുകളാണ് സാധാരണ പറയുന്നത്. ഒരു രോഗി
എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് എൻ്റെ ഡോക്ടർ എഴുതി തന്നത് ഒരു 450 രൂപ 350 രൂപ വിലയുള്ള HbA1c എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വർഷത്തിലൊന്നോ അല്ലെങ്കിൽ മാക്സിമം 2 പ്രാവശ്യം ഈ A1C എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്താൽ മതിയാവും. ഇത് ചെയ്താൽ എന്താ പ്രയോജനം? ഈ ഡയബറ്റീസ് നമ്മൾ ഇന്നത്തെ ദിവസത്തിന് 2 മാസം മുമ്പ് ഈ രോഗിക്ക് എത്രത്തോളം ഡയബറ്റീസിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് അറിയുന്നു മാത്രമേ. ഒരു ആവറേജ് ബ്ലഡ് ഷുഗർ 2 മാസത്തിന് മുമ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നറിയുന്ന ഒരു പ്രക്രിയ മാത്രം. ചിലവർ പറയും എനിക്ക് 6 മാസം കൊണ്ട് കൺട്രോളാണെന്ന്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് A1C നോക്കിയാൽ മാത്രം മതി, കൺട്രോൾ ചെയ്തില്ലെങ്കിൽ. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നം, പല സ്ഥലങ്ങളിലും ചെല്ലുമ്പം ഫിറ്റ്സിൻ്റെ അസുഖം ഉണ്ടായി ഒരാൾ കിടക്കുക, ഫിറ്റ്സ് അടിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു പ്രായമുള്ള ഒരാൾ അടുത്ത് പോയി ഒരു താക്കോൽ കൂട്ടമോ ഒരു പിച്ചാത്തിയോ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു. ഇത് എത്ര കണ്ട് ഈ ആളുടെ സീഷർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും? ഈ പറഞ്ഞ സീഷർ അല്ലെങ്കിൽ ഫിറ്റ്സ് അല്ലെങ്കിൽ ചുഴലി നമ്മൾ പറയുന്നത് എല്ലാം ഈ അവസ്ഥ ആളിന് പെട്ടെന്ന് എടുത്തടിച്ച പോലെ മറിഞ്ഞ് ബോധം കെട്ട് വീഴുകയും കൈയും കാലും ഇട്ട് അടിക്കുകയും ഇതെല്ലാം ചെയ്യുന്ന എല്ലാം 3 മിനിറ്റിനകം തീരും. ഈ 3 മിനിറ്റിനകം തന്നെത്താൻ അത് സബ്സൈഡ് ചെയ്ത് ആൾ വിത്തിൻ ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ കോൺഷ്യസ് ആവും. ഇതാണ് അതിൻ്റെ ദൈർഘ്യം. അപ്പോൾ ഈ പിച്ചാത്തിയോ അല്ലെങ്കിൽ താക്കോലോ പൂട്ടോ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അതിന് യാതൊരു റീസണും ഇല്ല, ഒരു റീസണബിൾ അല്ല, അത് നാച്ചുറലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ താക്കോൽ കൊണ്ട് കൊടുത്ത് 1 മിനിറ്റ് കഴിയുമ്പോൾ ആളിന് ഇത് പോരും. അപ്പോൾ താക്കോൽ കൊടുത്തത് കൊണ്ടാണ് ഇത് വരുന്നതെന്നാണ് ജനം വിശ്വസിക്കുന്നത്. ഫിറ്റ്സ് വന്ന ഒരാളിനെ കണ്ടാൽ ഈ റഫായിട്ടുള്ള സർഫസ് ഇങ്ങനെ അയാളുടെ കാലും കൈയിട്ട് അടിക്കുമ്പോൾ മറിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് കൊണ്ട് മുറിവ് പറ്റാത്തൊരു സ്ഥലത്തേക്ക് ആളിനെ മാറ്റി കിടത്തിയാൽ മാത്രം മതി. ചരിച്ച് കിടത്തുന്നതിനും അർത്ഥമുണ്ട്. ചിലപ്പോൾ നാക്ക് കടിക്കാതിരിക്കാനും ഒക്കെ അതൊരു ആസ്പിറേഷൻ ചെയ്യാതിരിക്കാനും ചരിച്ച് കിടത്തിയാലും അത്രയും നല്ലത്. എല്ലാം 3 മിനിറ്റിനകം തീരും. ഈ സീഷർ അല്ലെങ്കിൽ ചുഴലിയുള്ള രോഗികൾ വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങരുത്, ആറ്റിലിറങ്ങരുത്, പൊക്കത്ത് പോകരുത്, ഇതിനെന്താണ് സാർ അതിൻ്റെ? ഈ ചുഴലിയുള്ള ഫിറ്റ്സുള്ള ഒരു രോഗി ഒന്ന് വെള്ളത്തിൽ മുങ്ങി കുളിക്കാൻ പാടില്ല, ഒന്ന് മരത്തിലും കയറരുത്, പോസ്റ്റിലും കയറരുത്, ഉയരത്തിൽ കയറരുത്. ഈ 2 മാത്രമേ ഉള്ളൂ. ഇത് 2 ഒരിക്കലും ഒരു ഫിറ്റ്സുള്ള രോഗി ചെയ്യാൻ പാടില്ല.